എല്ലാ കൂട്ടുകാർക്കും PSC മാസ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LP UPയിലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ടോപ്പിക്കായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1885 ഡിസംബർ 28. ഡേറ്റ് ഓർത്തു വെക്കണം, ഡിസംബർ 28. INC രൂപീകരിച്ചത് 1885 ഡിസംബർ 28. സ്ഥാപകൻ അലർ ഒക്ടോവിയൻ ഹ്യൂം അല്ലെങ്കിൽ AO ഹ്യൂം. ഫാദർ ഓഫ് INC, ഫസ്റ്റ് ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാലും AO ഹ്യൂം. ആദ്യ സമ്മേളനം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ് ആണ്. ആദ്യ സമ്മേളനം ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്. 1885 ഡിസംബർ 28 മുതൽ 31 വരെയാണ് ആദ്യ സമ്മേളനം നടന്നത്. 72 പ്രതിനിധികൾ പങ്കെടുത്തു. ഓർത്തു വെക്കണം, PSC മുൻവർഷങ്ങളിൽ ചോദിച്ചതാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികൾ 72 പ്രതിനിധികൾ പങ്കെടുത്തു. എത്ര? 72. പൂനെയായിരുന്നു ആദ്യ സമ്മേളന വേദിയായി തീരുമാനിച്ചത്. പ്ലേഗ് കാരണം വേദി ബോംബെയിലേക്ക് മാറ്റി. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. ആരാണ് ആദ്യത്തെ പ്രസിഡന്റ്? WC ബാനർജി. കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നത് ഡഫറിൻ പ്രഭു. ഓർത്തു വെക്കണം, INC രൂപം കൊള്ളുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ഡഫറിൻ പ്രഭു. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യർ. ആദ്യകാല പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ആദ്യ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൾവ് സിദ്ധാന്തം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ചത് സുരക്ഷാ വാൾവ് സിദ്ധാന്തം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൾവ് സിദ്ധാന്തം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. INCയിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി C. ശങ്കരൻ നായർ. മാറിപ്പോകരുത്, പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ GP പിള്ളയും ആദ്യമായി അധ്യക്ഷനായ മലയാളി C. ശങ്കരൻ നായരും. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിച്ചത് 1889 ഇംഗ്ലണ്ടിൽ. 1889 ഇംഗ്ലണ്ടിൽ. ആദ്യ അധ്യക്ഷൻ വില്യം വെണ്ടർബാൻ. അതൊന്നും പഠിക്കണ്ട. രൂപീകരിച്ചത് ഓർത്തു വെക്കുക. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിച്ചത് 1889. ആദ്യ അധ്യക്ഷൻ ഓർത്തു വെച്ചിട്ടും കുഴപ്പമില്ല. രൂപീകരിച്ചത് 1889. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന സമ്മേളന വേദിയും വർഷവും അധ്യക്ഷനും പ്രത്യേകതയും. ഇത് കാര്യമായിട്ട് നോക്കുക. കാരണം PSC സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരം എഴുതണമെങ്കിൽ വർഷം, സമ്മേളന വേദി, അധ്യക്ഷൻ, പ്രത്യേകത. പ്രധാനപ്പെട്ട സമ്മേളനവും വർഷവും അധ്യക്ഷനും ആണ് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1886 കൊൽക്കത്ത, ദാദാഭായ് നവറോജി. INC പ്രസിഡൻ്റായ ആദ്യ പാഴ്സി വംശജൻ. ആരാണ് INC പ്രസിഡൻ്റായ ആദ്യ പാഴ്സി വംശജൻ? ദാദാഭായ് നവറോജി. 1887 സമ്മേളനവേദി മദ്രാസ്. അധ്യക്ഷൻ ബദറുദ്ദീൻ ദിയാബ്ജി. INC പ്രസിഡൻ്റായ ആദ്യ മുസ്ലിം. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം. 1887 മദ്രാസ് സമ്മേളനം. പങ്കെടുത്ത അംഗങ്ങൾ 607. ഇതും ചോദിക്കണം.
ഏതോ ഒരു വർഷം PSC ചോദിച്ചിട്ടുണ്ട്. 1887 ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 607. ഓർത്തു വെക്കണം. 1891 സമ്മേളനവേദി നാഗ്പൂർ. P. അനന്തചാർലു. പ്രത്യേകത INC പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യൻ. 1896 കൊൽക്കത്ത. റഹ്മത്തുള്ള സയാനി. അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻ്റ് അടയാളപ്പെടുത്തുക. 1896 സമ്മേളനവേദി കൊൽക്കത്ത. അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. 1897 സമ്മേളനവേദി അമരാവതി. C. ശങ്കരൻ നായർ. INC പ്രസിഡന്റായ ആദ്യ മലയാളി. 1905 സമ്മേളനവേദി ബനാറസ്. അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയ കോൺഗ്രസ് സമ്മേളനം. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സ്വദേശി മുദ്രാവാക്യം മുഴക്കിയ ആദ്യ കോൺഗ്രസ് സമ്മേളനം 1905 ബനാറസ് സമ്മേളനം. അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. 1906 കൊൽക്കത്ത. ദാദാഭായ് നവറോജി സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച കോൺഗ്രസ് സമ്മേളനം 1906. മാറിപ്പോകരുത്. സ്വരാജ് 1906, സ്വദേശി 1905. 1907 സൂററ്റ് സമ്മേളനം. റാഷ് ബിഹാരി ഘോഷ്. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. പ്രത്യേകത സൂററ്റ് വിഭജനം. മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് 1907 സൂററ്റ് സമ്മേളനം. 1908 സമ്മേളനവേദി മദ്രാസ്. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. കോൺഗ്രസ്സിന് ആദ്യമായി ഒരു ഭരണഘടന തയ്യാറാക്കി. എപ്പോഴാണ്? 1908 മദ്രാസ് സമ്മേളനത്തിൽ. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത. അധ്യക്ഷൻ BN ധാർ. ഓർത്തുവെക്കണം. ജനഗണമന 1911 കൊൽക്കത്ത. BN ധാർ. ഓർത്തുവെക്കണം. 1916 സമ്മേളനവേദി ലക്നൗ. അധ്യക്ഷൻ AC മജുംദാർ. മിതവാദികളും തീവ്രവാദികളും യോജിച്ചു. 1916 മിതവാദികളും തീവ്രവാദികളും യോജിച്ചു. അതുപോലെ തന്നെ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടി. 1917 കൊൽക്കത്ത. അധ്യക്ഷൻ ആനി ബസന്റ്. പ്രത്യേകത INC പ്രസിഡന്റായ ആദ്യ വനിത. INC പ്രസിഡന്റായ ആദ്യ വനിത. അതായത് ആദ്യ വനിതയും ആദ്യ വിദേശി വനിതയും ആരാണ്? ആനി ബസന്റ്. 1920 കൊൽക്കത്ത. പ്രത്യേക സമ്മേളനം. ലാലാ ലജ്പത് റായ്. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചു. 1920 സമ്മേളനവേദി നാഗ്പൂർ. അധ്യക്ഷൻ വിജയരാഘവാചാര്യ. നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസാക്കി. അവതരിപ്പിച്ചത് 1920 പ്രത്യേക സമ്മേളനത്തിലാണെങ്കിൽ പാസാക്കിയത് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ. പാസാക്കിയ സമയത്തെ അധ്യക്ഷൻ വിജയരാഘവാചാര്യയും പ്രത്യേക സമ്മേളനത്തിലെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായും. മാറിപ്പോകരുത്. 1924 സമ്മേളനവേദി ബൽഗാം. അധ്യക്ഷൻ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം. മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം 1924. 1925 സമ്മേളനവേദി കാൺപൂർ. അധ്യക്ഷൻ സരോജിനി നായിഡു. INC പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത. മാറിപ്പോകരുത്. ആദ്യ വനിത ആനി ബസന്റ്. ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. വർഷം ഓർത്തുവെക്കണം. 1925. സമ്മേളനവേദിയും ഓർത്തുവെക്കണം. കാൺപൂർ. ഏറ്റവും പ്രധാനപ്പെട്ട INC സമ്മേളനം, PSCക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച INC സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു.
പ്രത്യേകത നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. മറ്റ് പ്രത്യേകതകൾ 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. എപ്പോഴാണ് തീരുമാനിച്ചത്? 1930 ജനുവരി 26. പിന്നെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസ് സമ്മേളനം. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. 1929 ലാഹോർ സമ്മേളനം, ജവഹർലാൽ നെഹ്റു. 1938 ഹരിപുര സമ്മേളനം. അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യ സമ്മേളനം 1938 ഹരിപുര സമ്മേളനം. 1939 ഓർത്തുവെക്കണം, ത്രിപുരി സമ്മേളനം, സുഭാഷ് ചന്ദ്രബോസ്. പ്രത്യേകത INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് 1939 INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് 1939 സുഭാഷ് ചന്ദ്രബോസ് ആരെ തോൽപ്പിച്ചു? കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ പട്ടാമ്പി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി. ഓർത്തുവെച്ചാൽ മതി. 1946 സമ്മേളനവേദി മീററ്റ്. അധ്യക്ഷൻ JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ്. 1946 സമ്മേളനവേദി മീററ്റ്. അധ്യക്ഷൻ JB കൃപലാനി. ചോദ്യം: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനി. പ്രധാനപ്പെട്ട സമ്മേളനങ്ങളൊക്കെ ഓർത്തു വെക്കണം. 1929 വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ്. അതുപോലെ തന്നെ INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സമ്മേളനവും PSC ചോദിച്ചിട്ടുണ്ട്. 1939 ത്രിപുരി സമ്മേളനം. INC പ്രസിഡന്റായ വിദേശികൾ: ജോർജ് യൂൾ, വില്യം വെണ്ടർ ബാൻ, ആൽഫ്രഡ് വെബ്, ഹെൻറി കോട്ടൺ, ആനി ബെസന്റ്, നെൽസൺ ഗുപ്ത. ഓർഡർ ഓർത്തു വെക്കണം. ആദ്യമായിട്ടായത് ജോർജ് യൂൾ, രണ്ടാമത് വില്യം വെണ്ടർ ബേൺ. വില്യം വെണ്ടർ ബേണിന് വേറൊരു പ്രത്യേകതയുണ്ട്. 2 തവണ പ്രസിഡന്റായ വിദേശിയുമാരാണ്. വില്യം വെണ്ടർ ബേൺ ആണ്. മൂന്നാമത് ആൽഫ്രഡ് വെബ്. നാലാമതാണ് ഹെൻറി കോട്ടൺ. അവസാനത്തെ 2 പേര് വനിതകളാണ്. ഓർഡർ ഓർത്ത് വെക്കണം. ആദ്യത്തെ 4 പേര് കഴിഞ്ഞ് 6 പേരാണുള്ളത്. അവസാനത്തെ 2 പേര് വനിതകൾ. അതിൽ നമുക്കറിയാം ആദ്യമായി INC പ്രസിഡന്റായത് ആനി ബെസന്റ് ആണ്. അതിനുശേഷം നെൽസൺ ഗുപ്ത. ജോർജ് യൂൾ, വില്യം വെണ്ടർ ബാൻ, ആൽഫ്രഡ് വെബ്, ഹെൻറി കോട്ടൺ, ആനി ബെസന്റ്, നെൽസൺ ഗുപ്ത. ഇനി INCയിലെ മലയാളി സാന്നിധ്യം. ബാരിസ്റ്റർ GP പിള്ള. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മലയാളി C ശങ്കരൻ നായർ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മലയാളി C ശങ്കരൻ നായർ. വർഷം കൂടി ഓർത്തു വെക്കണം. 1897 അമരാവതി സമ്മേളനം. എപ്പോഴാണ്? 1897 അമരാവതി സമ്മേളനം. TK മാധവൻ. മൂന്നാമത്തെ മലയാളി TK മാധവൻ. 1923 കാക്കിനട സമ്മേളനം. അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. TK മാധവന്റെ പ്രത്യേകത 1923 കാക്കിനട സമ്മേളനത്തിൽ അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ഇത്രയുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഓർത്തു വെക്കണം. വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ.